ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് 2 ചെമ്പരത്തിപ്പൂവും 1 തണ്ട് കറിവേപ്പിലയായിട്ട് എടുത്തേക്കുന്നത്. എന്തോരം മുടിയുള്ളവർക്കാണെങ്കിലും നമുക്ക് 2 ചെമ്പരത്തിപ്പൂവും 1 തണ്ട് കറിവേപ്പിലയും മതി. അപ്പോൾ നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന കൂടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ കറിവേപ്പില തണ്ടിൽ നടത്തിയ ഇല മാത്രം നമുക്കിടാം. അതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഓരോ ഇതളുകളും അടർത്തി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഞെടുപ്പൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി. നമുക്ക് 2 ചെമ്പരത്തിപ്പൂ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു 2.5 ഗ്ലാസ് തണുത്ത വെള്ളം. ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 2.5 ഗ്ലാസ് തണുത്ത വെള്ളം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 ഗ്ലാസ് ഒഴിച്ചു. ഇനി ഒരു 1/2 ഗ്ലാസും കൂടി ഒഴിച്ചപ്പോൾ നമ്മൾ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1 സ്പൂൺ ഉലുവ. ഉലുവയാണെങ്കിലും മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണല്ലോ ഉലുവ. അപ്പോൾ ഞാൻ 1 സ്പൂൺ മതി കേട്ടോ. 1 സ്പൂൺ ഉലുവ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് 1 സ്പൂൺ തേയിലപ്പൊടി. 1 സ്പൂൺ തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് എടുത്താൽ ഇപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുടി വളരാനായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ കാണും. ചിലർക്ക് കാറുപൊടി കാണും, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ കാണും. ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് ഈ ഒരു വെള്ളം മാത്രം ആഴ്ചയിൽ 2 തവണയൊന്ന് തേച്ച് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തിത്താളിയാണെങ്കിലും ഇത് തേച്ച് കൊടുത്തതിന് ശേഷം മുടി ഒന്ന് കഴുകാനായിട്ട് നമുക്ക് ചെമ്പരത്തിത്താളിയും തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നല്ല റെഡ് കളറായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഉലുവായാണേലും അത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ തീ കെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ ചൂടാറാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കരിവേപ്പിലയുടെയൊക്കെ ആ ഒരു മണം ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ അരിച്ച് വെക്കും തണുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം തേക്കുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ ഏതെണ്ണയാണ് നമ്മൾ തേക്കുന്നത് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ വെള്ളം തേച്ച് കൊടുക്കാം. ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മുടി വളരാനായിട്ടും നമ്മുടെ തലയിലെ കാറുപൊടി മാറി മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു വെള്ളമാണ്. അപ്പോൾ ഇത് തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിനൊരു ചെറിയൊരു മണമുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് വേണമെങ്കിൽ താളിയിട്ട് കഴുകാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ താളിയിട്ട് കഴുകി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ നമ്മൾ തലമുടി കഴുകാവുള്ളൂ. ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് തലമുടി കഴുകരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.